ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. അപ്പം നമ്മൾ അജയന്റെ രണ്ടാം മോഷണത്തിന്റെ റിവ്യൂ പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ, മൂവി ഞാൻ കണ്ടു, ടോവിനോയുടെ 50ാമത്തെ മൂവി. അപ്പം എന്റെ പേഴ്സണൽ അഭിപ്രായം സംസാരിക്കാനാണ്. ഓക്കെ, ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്ന ഒരു റേറ്റിംഗ് ഒരു 10-ൽ ഒരു 6. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ എടുത്തു പറയേണ്ട ടോവിനോയാണ്. അതിനകത്ത് 3 ക്യാരക്ടറുണ്ട്. കേളു, പിന്നെ നമ്മുടെ മണിയൻ വേറെ ലെവലാട്ടോ, പിന്നെ അജയൻ. ഓക്കെ, അതിലെ കേളു ഒരു പോസിറ്റീവ്, അതായത് ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ആളാണ്. പിന്നെ അതിനകത്ത് ഇച്ചിരി നെഗറ്റീവായിട്ട് തോന്നുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ മണിയനാണ്. പക്ഷെ പ്രേക്ഷകർ ഈ കാണാൻ പോകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആ ഒരു ക്യാരക്ടറിനെ തന്നെ ആയിരിക്കും. പെർഫോമൻസ് എന്ന് പറഞ്ഞ വേറെ ലെവൽ പെർഫോമൻസ്. ഈ ഈ പടത്തിനകത്തൊരു സീനുണ്ട്, സത്യം പറഞ്ഞാൽ മണിയനെ പിടിക്കാൻ പോകുന്ന ഒരു സംഭവമുണ്ട്. ആ സമയത്ത് പോലീസിന്റെ അടുത്ത്, അത് നമ്മൾ ട്രെയിലറെ കണ്ടതാണ്. ആ ഒരു പെർഫോമൻസും ടോവിനോയുടെ ആ ഒരു അഭിനയം, ആ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. എൻ്റെ പൊന്നോ, വേറെ ലെവല്. ആ ഒരു പെർഫോമൻസ്, ആ ഒരു സീൻ, അത് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടിക്കറ്റ് ധൈര്യമായിട്ട് എടുക്കാം. പറയാൻ മനസ്സിലായി, മണിയനെ കാണാൻ വേണ്ടി ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. അപ്പൊ പിന്നീടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അജയൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ കുറച്ച് ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. ലവ് സ്റ്റോറി അത്യാവശ്യം നമ്മുടെ പൈങ്കിളി ടോവിനെയൊക്കെ കാണാനൊക്കെ പറ്റും. ടോവിനുടെയും കീർത്തിയുടെയും ആ ഒരു ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ നല്ല ഇതൊക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടർ ബേസിൽ ജോസഫ്, അദ്ദേഹം കോമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ സുരഭി, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. അവര് സ്ക്രീനിലോട്ട് വന്നു കഴിഞ്ഞിട്ട് അവരുടെ ആ രീതി, അവരുടെ ആ ഒരു സംസാരം, അവരുടെ ആ ഒരു നോട്ടത്തിലാണെങ്കിൽ പോലും നമുക്ക് കണ്ടിരിക്കാനൊരിത് പറ്റൂല. ആ ഒരു മണിയന്റെയും നമ്മുടെ ഈ പറയുന്ന സുരഭിയുടെയും കൂടെ ഒരു ഇത് വരുമ്പോൾ, ആ ഒരു ചെറിയൊരു വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു റൊമാൻറ്റിഫിക്കേഷൻ ആണ് സത്യം പറഞ്ഞില്ല. അവരുടെ ഇത് കാണുമ്പോഴും അവരുടെ സംസാരം, അവരുടെ പെർഫോമൻസും ഒക്കെ കാണുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ ഒരു ത്രില്ലുണ്ട്. പിന്നെ രോഹിണിയുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. പിന്നെ ജഗദീഷ് ഏട്ടൻ്റെ അടിപൊളി. ഈ മൈഡിയർ കുട്ടിച്ചാത്തനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവിയാണ്, അതും 3D മൂവി. ഇപ്പൊ ഇറങ്ങിയ ലാസ്റ്റ് മൂവിയിലും 3D. അദ്ദേഹം അതൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം പടം എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മ്യൂസിക് ഉണ്ട്. നമ്മുടെ വിജയലക്ഷ്മി ഉണ്ടല്ലോ, വൈക്കം, അവരുടെ ഒരു പാട്ടുണ്ട്, ചില സീൻ അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ റൈറ്റർ സുജിത് നമ്പ്യാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പടം. അവസാനം ഒരു ക്ലൈമാക്സിൽ നമുക്ക് കുറച്ചങ്ങോട്ട് തൃപ്തികരമല്ലാത്ത ഒരു രീതിയിലായിട്ട് ഫീൽ ചെയ്തായിരുന്നു എനിക്ക്. ക്ലൈമാക്സിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും നല്ലൊരു ഹൈപ്പ് എന്ന് വെച്ചാൽ മണിയന്റെ ക്യാരക്ടറൊക്കെ എന്ന് വെച്ചാൽ ഈ ഇടയ്ക്കത്തെ സമയത്തൊക്കെ വരുന്നുണ്ട്. എൻ്റെ പൊന്നു, വേറെ ലെവലാണ്. പക്ഷെ അത്ര നിൽക്കുന്ന ആ ഒരു പടം അവസാനം കൊണ്ടുവന്നിട്ട് ഒരു ഒരു തട്ടിക്കൂട്ട് ദോഷം പറയത്തില്ലേ, ആ ഒരു രീതിയിൽ ആക്കി കളഞ്ഞ പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്ത്, എനിക്ക് തോന്നിയൊരിതാണ്. പക്ഷെ എനിക്ക് ആ ഒരു ക്ലൈമാക്സിലോട്ട് അത്ര ഒരു സുഖം ഉണ്ടായില്ല. ഒരു അവസാനത്തെ ഒരു 15 മിനിറ്റ് എനിക്ക് അത്ര ഫീൽ ഉണ്ടായില്ല. എൻ്റെ പേഴ്സണൽ ഒരു കാര്യം ഞാൻ പറയുന്നത്. അപ്പം അത്യാവശ്യം കണ്ടിരിക്കാം, 1 ടൈം വാച്ചബിൾ ആണ് മൂവി. പിന്നെ 3D ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് 3D കണ്ടിട്ട് എനിക്കൊരു സുഖം തോന്നില്ല. എൻ്റെ കൂടെ ഒരു കസിനും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഈ മൂവിയോട് അത്ര താല്പര്യം പ്രകടിപ്പിച്ചില്ല. എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്, കണ്ടുപോയൊരു കഥയല്ലേ മോനെ ഇതൊക്കെ, ഏകദേശം കേട്ടുപോലൊരു കഥ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ ചില മൂവിക്കകത്തൊക്കെ കുറച്ച് ട്വിസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ എല്ലാ മൂവികളും അങ്ങനെ ഒന്നും അല്ലെങ്കിലേ നമ്മൾ ആ ഒരു രീതി പുള്ളിയെടുത്ത് സംസാരിച്ചു വിട്ടു. ഓക്കെ, അവര് ഒരു ഏജ് ഒരു 45-46 ആ ഒരു റേഞ്ച് വരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാർ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. പ്രായം ചെന്നവർക്കും കൂടുതൽ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ഇതാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ കൊടുക്കുന്ന ഒരു 10-ൽ ഒരു 6, അത്രയും ഞാൻ ഈ പടത്തിന് കൊടുക്കുന്നുള്ളൂ. എൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാം. ഞാൻ കൂടുതലായിട്ട് നീട്ടാനോ വലിച്ചിഴയ്ക്കാനോ ഒന്നും പോകുന്നില്ല. പക്ഷെ ടോവിനോ, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആ മണിയനെ കാണാൻ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോകണം. അതുപോലൊരു ക്യാരക്ടർ ചിലപ്പം അത് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം മണിയൻ്റെ ഒരു ക്യാരക്ടർ. അപ്പം ആ ക്ലൈമാക്സിലെ കുറച്ചൊരു ഇത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ കണ്ടിരിക്കാം എന്ന് പറയാം. ലവ് യു ഓൾ, ബൈ.